life is just this moment between deaths and life. So it's not just about how well you live, but you will never know that moment of death. But then നമ്മൾ ആ മരിക്കുന്ന ആ നിമിഷത്തിൽ പോലും we've lived truthfully എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. We've lived life to the fullest. And I have my own bouts of, I think, trauma in the sense, not because of the people I am involved, just because എനിക്ക് അത് ഗോഡിനോടൊരു ട്രൂസ് ഉണ്ട്. എനിക്ക് ഞാൻ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഞാൻ ചോദിക്കും, why you've given me everything, but why is it that in relationships you really made it so difficult for me? 2 lifetimes, one lifetime തന്നെ നമുക്ക്, and especially I think for a woman, when she gives herself completely. So when that happens twice over in a single birth, it's too much for you to handle. Yeah. That way it is very traumatic for me. വെൽക്കം ടു അവർ ഷോ മെഥിൽ ദേവിക. താങ്ക് യു സോ മച്ച്. ഞാൻ ഇതിന് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നൽകുന്നില്ല, ബിക്കോസ് ആവശ്യമില്ലല്ലോ. മെഥിലും ഞാനും എനിക്കൊന്ന് ഒരു 3-4 വർഷം നമ്മൾ ഇതിനു മുമ്പ് മീറ്റ് ചെയ്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഞാൻ കണ്ടത് സർപ്പതത്വത്തിന് നേരിട്ട് കണ്ടപ്പോഴാണ്. ആൻഡ് ഐ വാസ് ബോൾഡ് ഓവർ ബൈ യുവർ പെർഫോമൻസ്. ഇന്നത്തെ സംഭവം പറയാം, ഞാൻ ഇതിനു മുമ്പ് കണ്ട ഇന്റർവ്യൂസ് ഒക്കെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് സാരി ഉടുത്തിട്ട് വന്നാലോ. അപ്പൊ നാട്ടിട കംപ്ലീറ്റ്ലി വെസ്റ്റേൺ അറ്റയറിലാണ് മേത്തില് വരുന്നത്. Actually that happens. ഞാൻ ചില സമയത്ത് പെർഫോമൻസസിനൊക്കെ പോകുമ്പോൾ വല്ല ഗൾഫ് കൺട്രീസോ US-ലൊക്കെ, സോ ദ ലേഡീസ് എയർപോർട്ടിൽ തന്നെ ഭയങ്കര കാഞ്ചീപുരം സാരിയും ഭയങ്കര ഗോൾഡൊക്കെ ഇട്ട് വന്ന് ബൊക്കെയായിരിക്കുമ്പോഴായിരിക്കും ഞാൻ ഇങ്ങനെ വല്ല വേഷത്തിൽ ഇറങ്ങും. They feel so embarrassed. അയ്യോ നമ്മൾ അറിഞ്ഞില്ല പറയും. But actually I feel embarrassed because I probably have not what you expect me to be. അങ്ങനെ ഒരു ഇതുണ്ട്. But it's always good to surprise people. You said this, I am not what you expect me to be. പിടിച്ചു അത് ശരിക്കും അത് എവിടെയൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ലുക്സ് അലോൺ. അങ്ങനെ ജീവിതത്തിൽ പലപ്പോഴും ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടാവും ദാറ്റ് they didn't expect you to be like this. എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്? നമ്മൾ നേരിട്ട് ആദ്യം കാണുന്ന വ്യക്തിയല്ല നമ്മൾ ശരിക്കും അറിഞ്ഞു വരുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. ആൻഡ് സംടൈംസ് ഓൺ ഇൻസ്റ്റയിലൊക്കെ there are people who instantaneously recognize what I am. They say there's this side of you which is very cheeky. So that is something that not people can immediately recognize. So I'm actually എൻ്റെ സ്റ്റുഡൻസിനൊക്കെ അറിയാം, I'm kind of mischievous. പല people think I'm very serious, very mature, and you know that. That's only on stage, honestly. But otherwise no. ഞാൻ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഒന്ന് നല്ലോണം ഒന്ന് നോക്കി. couple of things that stand out. One is that western dance, okay? Which of course പലരും സംസാരിച്ച് കഴിഞ്ഞു, കാരണം എല്ലാവർക്കും ഷോക്ക് ലഗാ വാല സീൻ हो गया. I never expected you to do this dance number a little, I think, on the sensual side as well. Which one was that? I think the silhouette വെച്ചിട്ടുള്ളത്. That was a little sensual. I do agree with that. അത് വേറെ, then the western one, the hip hop kind of a thing that you did വേറെ. Yeah. അത് അതിന്റെ ടൈറ്റിൽ, it's also called it's ടച്ച് എന്നാണല്ലോ അവരുടെ ആൽബത്തിന്റെ പേര്, സിഗരറ്റ്സ് ആഫ്റ്റർ സെക്സ്. അതിന്റെ പേരും കൂടെ കേട്ടപ്പോൾ പിന്നെ അത് എപ്പോഴെങ്കിലും ഈ വീഡിയോ ചെയ്യുമ്പോഴും അത് മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടായി കാണില്ലേ, ഈ ആൾക്കാർ എങ്ങനെ പ്രതികരിക്കും, അതോ ആൾക്കാരെ ഷോക്ക് ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ ആൾക്കാർ വളരെ ഒന്നും പ്രതികരിച്ചില്ല എന്നാണ്. അത് മിസ്സായി പോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നി ഇവൻ probably അത് ചെയ്യുമ്പോഴും അങ്ങനെ വലിയ I don't think I can ever afford to look that sensuous. I don't know. Oh my God, look who is talking. എന്താണത്? ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരും അതിലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, ഹ്യൂമൻസ് ഓഫ് സമ്മൺ, യൂട്യൂബിലൊരു. ആൻഡ് അതിനകത്ത് ഒരു ഫ്രെയിമിൽ മുടി ഇങ്ങനെ ഫ്ലൈ ചെയ്ത് നിൽക്കുന്ന, ഡോർവേയിൽ നിൽക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. ആൻഡ് that's what I'm talking about. There's no way you can run away from sensuality. It's a part of your being. അതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചു, ഇത്രയും നാളും കുച്ചിപ്പുടി ഡാൻസ്, മോഹിനിയാട്ടം ഡാൻസ് രണ്ടും പറയായിരുന്നു, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈലിൽ മോഹിനിയാട്ടം ഡാൻസർ മാത്രം വെച്ചിട്ടുള്ളൂ. സോ ഹാവ് യു
move towards Mohiniyattam in a big way, and Kuchipudi എവിടെയോ has taken a back seat. അല്ല, നമ്മളെ മോഹിനിയാട്ടത്തിലാണല്ലോ എൻ്റെ കൂടുതൽ വർക്ക്. ആക്ച്വലി ഞാൻ ഗിവൺ എ ചോയ്സ് ഐ ജസ്റ്റ് പുട്ട് മൈസെൽഫ് ആസ് എ ഡാൻസർ. ബട്ട് ഫോർ സംബഡി ഹു വിസിറ്റ്സ് മൈ പ്രൊഫൈൽ ആൻഡ് ആക്ച്വലി നോസ് എൻ്റെ പ്രവർത്തന മണ്ഡലം റിയലി എന്താണ് ചോദിച്ചാൽ ഇറ്റ് ഇസ് മോഹിനിയാട്ടം, ബിക്കോസ് ഐ ഹവ് ഡൺ എ ലോട്ട് ഓഫ് വർക്ക് ഇൻ ദാറ്റ് ബൈ നൗ, ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ ഡു മോസ്റ്റ്. കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. I think ഒരു കോവിഡ് സമയത്ത് എവിടെയോ ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ടാവാം ദാറ്റ് ആർട്ട് ഇസ് ഓൾസോ ഇൻറ്റഗ്രൽ ടു സൊസൈറ്റി. അതിന് അതിൻ്റെതായ സ്പേസ് ഉണ്ട്, നമുക്കതിനെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളൊരു റിയലൈസേഷൻ ഒരു പൊതു സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. പോസ്റ്റ് കോവിഡ് ഐ തിങ്ക് പീപ്പിൾ ഹാവ് ജെന്യുവൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെയൊക്കെ കാണാൻ തുടങ്ങി ബിക്കോസ് ഓഫ് ദി യൂട്യൂബ് ഓൾസോ. ഒരു ജനറൽ പബ്ലിക്കിന് ഡാൻസ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ മാത്രം ചെയ്യുന്നതല്ല, മനസ്സിലായി. There are other people also doing, there are other kinds of work that they have probably never seen happening. That is actually happening. And that has been an eye-opener, and that is because of this, that they get to see many. And now they know, out of the many, they know, okay, they'll kind of zero in on exactly what interests their sense of delight or relish. അങ്ങനെ ഒരു ഗുണം ഉണ്ടെങ്കിൽ പോലും I also feel that there's also a danger lurking there, because you create, you bring out ideas, and നമ്മൾ വലിയ സ്കെയിലല്ലല്ലോ ചെയ്യുന്നത്. The small scale makes us very susceptible to being plagiarized and not noticed. നമ്മൾ നേരത്തെ ഒരു തവണ സംസാരിച്ചു, ideas അത് വളരെയധികം ഡിസ്റ്റർബ് ചെയ്തൊരു കാര്യമാണ്, that your work is somewhere not being given the credit and is being അത് തന്നെ യൂസ് ചെയ്ത് പ്ലേഗറൈസ് ചെയ്ത് വലിയ സ്കെയിലിൽ അത് വേറെ രീതി പ്രൊജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ദാറ്റ് ഇസ് വാട്ട് പീപ്പിൾ ആക്ച്വലി സീ. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല. നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ മാത്രമല്ല, എന്നെ പോലെ മറ്റ് ആർട്ടിസ്റ്റും. ഇപ്പോൾ വി ഓൾ വർക്ക് വിത്ത് റിച്വൽസ്, വി ഓൾ വർക്ക് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മ്യൂസിക്. സോ ഇറ്റ്സ് നോട്ട് ന്യൂ ഇൻ അവർ ഫീൽഡ്, ബട്ട് ഫോർ ദ ജനറലി ഒരു പബ്ലിക്കിന് അതൊക്കെ ന്യൂ ആയിരിക്കും, ബിക്കോസ് വാട്ട് ദേ സീസ് ഓൺ സിനിമ ഓർ ഓൺ എ ബിഗ്ഗർ ക്യാൻവസ് അല്ലേ. ഇപ്പോൾ ഈ കാന്താര ഇഷ്യൂ എങ്ങനെയാണ് മേഥിൽ കാണുന്നത്? ഹൗ ഡു യു സീ ദാറ്റ് ഇഷ്യൂ? മ്യൂസിക്കിൽ വർക്ക് ചെയ്ത ആൾക്കാരും പിന്നെ മ്യൂസിക് ആൻഡ് ഇമോഷൻസ് കണക്ട് ചെയ്ത് അറിയുന്ന ആൾക്കാർക്ക് അങ്ങനെ they tend to think alike. That is what I would probably say. It is not impossible to think alike. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ അത്തരം ഒരു സീൻ നമ്മൾ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ഭൈരവിയോ ഒരു തോടിയോ അല്ലെങ്കിൽ പുന്നാഗവരാളിയോ, and then you have the bass guitar and you have the chords and all that. It may sound the same. So for example, the Sarpatatwamത്തെ അതാ മകുടി ഇതെന്നാണ്. സോ എനിക്ക് തന്നെ തോന്നാറുണ്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗം പെട്ടെന്ന് തോടിയിലേക്ക് കിടക്കും. ആ സമയത്ത് അതായിരുന്നു അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇറ്റ് ജസ്റ്റ് കംസ് ലൈക്ക് ദാറ്റ്. സംടൈംസ് ഐ ഫീൽ ഞാൻ പണ്ട് എവിടെയോ സബ് കോൺഷ്യസ്ലി കേട്ട അതിൻ്റെ ഒരു ഈണമയിൽ എനിക്ക് തോന്നാറുണ്ട്, വിച്ച് ഇസ് ആ സാധനം. ആ സാധനത്തിൻ്റെ എൻഡിങ് പോലെ അത് കിടക്കുന്നുണ്ട്. സോ ഞാൻ സബ് കോൺഷ്യസ്ലി അതെവിടെയോ ഉണ്ട് അങ്ങനെ ഒരു. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ എം നോയിങ്ലി ഡൂയിങ് ഇറ്റ്. For example, Taya Yashoda, when it came in Morning Raga, I find that very similar to the one that was done in Kantara. I mean, Kantara very similar to that, you know. So you can't say one copied the other. എനിക്ക് അങ്ങനെ ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് it is not, you know, you can't say. It is much more easier ഇപ്പോൾ. For some reason, I feel at this point of my life, I feel even my work probably needs to be put on a different scale. ചിലത് ഫോർ എക്സാമ്പിൾ സ്റ്റേജിൽ മാത്രം ചെയ്യേണ്ടതല്ല, അതിന് വേറെ ഒരുപാട് ഇമേജറിക്കുള്ള സാധ്യതയുണ്ട്. ആൻഡ് ടെക്നോളജി എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആസ് എൻ ആർട്ടിസ്റ്റ്, ഐ തിങ്ക് അത്രയും ആർട്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ സഹായിക്കും. എന്താ വെച്ചാൽ എനിക്ക് തോന്നാറുണ്ട് ഇറ്റ് ഹാസ് ദി എബിലിറ്റി ഓർ പൊട്ടൻഷ്യൽ ടു ബി ഷോൺ ഇൻ എ വെരി ഡിഫറെൻറ്റ് വേ, നോട്ട് ജസ്റ്റ് ഓൺ സ്റ്റേജ്. ദ സെയിം തിങ് ക്യാൻ ബി retranslated into a very different environment. ഏതെങ്കിലും ഒരു ഡാൻസ് ഫോം ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച ഏതെങ്കിലും ഒരു ഡാൻസ് ഫോം ഉണ്ടോ ദാറ്റ് യു റിയലി വുഡ് ലൈക്ക് ടു ഡൈവ് ഇൻ ടു അറ്റ് ദിസ് ഏജ് ഓർ മേ ബി ഇൻ ദ ഫ്യൂച്ചർ? പണ്ട് ഐ യൂസ് ടു തിങ്ക് കൂടിയാട്ടം, not anymore, but of course I would have loved to try, you know, kabuki or some dance form with the mask like cho. Yeah.
അതൊരു ചാലഞ്ചാണ് ബിക്കോസ് ഫോർ യു യുവർ ഫേസ് ഇസ് ദ ബിഗസ്റ്റ്. Exactly. ഇറ്റ്സ് ലൈക്ക് ഹിപ്നോട്ടിക് ആണ് when you look at your expressions. ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ ആ രീതിയിൽ It is amazing, but to work without this would be a challenge. I do that because ഇപ്പം ഞാൻ ഒരു സാധനം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മോഹിനിയാട്ടം ഫോർ എക്സാമ്പിൾ ഫൈനലി ഡാൻസ് ആണ് അത്. സോ യു കാൺ കീപ് ആക്ടിങ്, റൈറ്റ്? ഇറ്റ് ഹാസ് ടു ഹാവ് നൃത്ത ആൻഡ് ബോഡി ഡൈനാമിക്. വാട്ട് ഹാപ്പൻസ് ദീസ് ഡേയ്സ് ഇസ് എല്ലാവരും നമ്മുടെ മലയാളി പൊതുവേ നല്ല അഭിനേതാക്കൾ, ദേ കെൻ ആക്ട് വെൽ, യുനോ. സോ അതിൽ മാത്രം ക്യാപിറ്റലൈസ് ചെയ്ത് ദിസ് കൈൻഡ് ഓഫ് ലൂസസ് ഔട്ട് യുവർ ബോഡി ആൻഡ് യുവർ ഫിസിക്. What I do is ഒരു സാധനം ഇപ്പോൾ choreography ആണെങ്കിൽ if I want that feeling to be there in my body, I put a mask and I practice. So when I wear a mask, all my imagination goes into my body. എന്നിട്ട് ഞാൻ മാസ്ക് അയക്കും. That is one way in which I approach choreography. Oh, that's very interesting. Yeah, that is very interesting and that really helps. Because നമ്മൾ ഇതുള്ളത്രോളം കാലം we will be only focused on this. So if I want ഇപ്പം ഞാൻ ഭദ്രകാളി അഷ്ടകം നാരായണ ഗുരുവിൻ്റെ ചെയ്തത്, അതിൽ ഷീസ് എ വെരി പ്ലേഫുൾ, യുനോ, ഷീസ് ദാറ്റ് ലേഡി ഹു രക്തം കാണാൻ ശൃംഗാരാണ് അവർക്ക്. ഓക്കെ, സോ ദാറ്റ്സ് എ വെരി ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ഫീൽ ഓഫ് ഹർ ദാറ്റ് ഐ ഹവ് എക്സ്പീരിയൻസ്. സോ വാട്ട് ഐ ഡു ഇസ് ആദ്യം മാസ്ക് ഇട്ടു. And then I start working on the gait. I start working on her, on histrionics, the physical histrionics, because physicality is so important for identifying a character. It's not just the face. Not just the face. Yeah. So angana njan cheyaruണ്ട്. I wear mask, blank masks. Sometimes I even tease myself by using opposite emotions. Oh, that's okay. Yeah. So oru karunada face ആയിരിക്കും, but my body will be very vibrant. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുക? ഇറ്റ്സ് ജസ്റ്റ് യു ചാലഞ്ചിങ് യുവർ സെൽഫ്. ഈ ക്ലീഷേഡ് ആയിട്ട് നമുക്ക് പഠിപ്പിച്ച സാധനത്തിന് നമ്മൾ ഐ ഓൾവേസ് ലൈക്ക് ടു tweak whatever or challenge myself in the sense that മറ്റേത് നമ്മളൊരു കംഫർട്ട് സോണിലേക്ക് വീഴും, പിന്നെ നമ്മുടെ വർക്കുകളിൽ മൊണോട്ടണി സെറ്റ് ചെയ്യും. എപ്പോഴെങ്കിലും ഒരു തരത്തിലുള്ള റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്ന പോലെ ക്രിയേറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടോ? where you had to actually stop, take a different route, do something else to come to it? അത്രയ്ക്കും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഒരിക്കൽ ഞാൻ ഹരിഹരപുത്രൻ എന്നുള്ള ഒരു വർക്ക് ദീക്ഷിതരുടെ ഓൺ ധർമ്മശാസ്ത്രം ഉണ്ടായിരുന്നു. സോ അതിൽ എനിക്കൊരു ബ്ലോക്ക് ഉണ്ടായി. വേർ ഐ വാസ് സപ്പോസ് ടു ഡു ഇറ്റ് ഇൻ പെരുമ്പാവൂർ അമ്പലം. അപ്പം അതിൽ ഈ പുത്രന്മാർക്ക് മോക്ഷം കൊടുക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിലാണ് അവർ ഡിസ്ക്രൈബ് ചെയ്തത്. ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി ഇൻസിഡൻറ്റ്, ഐ കൈൻഡ് ഓഫ് സ്റ്റോപ്ഡ് ഇറ്റ് റൈറ്റ് ദെയർ. ബട്ട് ആ വീക്കിൽ there was an incident that completely made me understand what that really meant in a personal life. And I had an occasion to actually almost save a boy. So other than a jigsaw puzzle bole, that entire work just happened. So that I would say, chala samayatha, that was one example where I had almost discarded that piece. And just because there was that line, and I didn't know the essence of that line, I couldn't get any information from history or from the mythology. One line. What is that? Line, Partita Putra Pradam, Dirghayush Pradam. That is, I bestow long life to boys, to children. Nano Deshkina. Appo enikku adu aa history eniki kittiyilla, mythology or ധർമ്മശാസ്ത്രത്തിന്റെ അയ്യപ്പന്റെ. I do feel that കുറേയൊക്കെ നമുക്ക് ആ പോയിന്റിൽ നമ്മൾ ഞാനാണെങ്കിൽ നമുക്ക് അയ്യപ്പനായിട്ട് വലിയ ബന്ധമൊന്നും എനിക്ക് ഇല്ല. അപ്പോൾ നമ്മൾ മോർ കെയർഫുൾ. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ആ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു ഫാസ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ. ആൻഡ് ഐ വാസ് ഇൻ ദാറ്റ് മോഡ്. സോ വെൻ യു ആർ ഇൻ ദാറ്റ് മോഡ് യു ഓൾസോ വെരി സെൻസിറ്റീവ് വാട്ട് ഈസ് ഹാപ്പനിങ്. യു നോ വാട്ട് ടു ഡു. നമ്മുടെ വാട്ട് യു സേ, ഐ തിങ്ക് മൈ റെസ്പോൺസ് സിസ്റ്റം വാസ് വെരി വെരി ഫാസ്റ്റ്. And I'm just trying to say, pinna chala block, when somebody tells you innadu cheyo enikku pattilla, it has to come from my own will. So if I'm asked to do something, then I'm never able to do it. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, does art influence your personality or your personality influences your art? How do you make your art as real as your life, and how do you make life as artistic as you can? That is something I always believe in. For me, when people ചിലവർ ഇൻ്റർവ്യൂസിന് ഇങ്ങനെ പറയും പേഴ്സണൽ ഒന്നും ചോദിക്കില്ല, and I'll say, what do they mean by that? എനിക്ക് അങ്ങനെ പേഴ്സണൽ പ്രൊഫഷണൽ ഒന്നുമില്ല. My profession is me as a person, and me as a person is a professional also. So it's a blend of these, അല്ലേ?
സോ വാട്ട് യു മീൻ പേഴ്സണൽ ഒന്നും ചോദിക്കില്ല? ഞാൻ അങ്ങനെ പേഴ്സണൽ ചോദിക്കാണ്ടിരിക്കാൻ ഒരു മഹാപാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ആരും ചെയ്തിട്ടില്ല. ഞാൻ ആ ഒരു ഗ്രേസ് കണ്ടത് ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് മെഥിൽ. വെൻ യു അഡ്രസ് ദ മീഡിയ, കോർട്ടിൽ കേസ് പോയി ഫയൽ ചെയ്ത് ഫോർ യുവർ ഡിവോഴ്സ്, ഫോർ യുവർ സെപ്പറേഷൻ. അതിന് ശേഷം മീഡിയനെ അഡ്രസ്സ് ചെയ്തപ്പോൾ ആ ഗ്രേസും ഒരു കമ്പോഷറിനോടെ ആ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ യു ഹാൻഡിൽ ഇറ്റ് വെരി വെൽ. എപ്പോഴും പറയാറുണ്ട്, യു നീഡ് ടു നോ വെർ യു കം ഫ്രം in order to know where you're going. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊരു പോയിന്റ് ഉണ്ടല്ലോ. സോ യു ആർ at that point where you go, you're going somewhere, but you know, it's somewhere in the middle. Tell me about this phase that you're in. എനിക്ക് nothing is, honestly speaking, and the work has always happened. My work as an artist, irrespective of what problems I've had in my personal life, my work as an artist has always happened. So ചിലവർ വെന്തേസെ ഇപ്പോൾ ഒക്കെ പെർഫോമൻസ് വീണ്ടും തുടങ്ങിയില്ലെന്ന് പറയുമ്പോൾ അവർക്ക് എന്നെ അറിയാത്തതുകൊണ്ടാണ് അവർ പറയുന്നത്. ഐ ഹാവ് ഓൾവേസ് ബീൻ മെയിൻ സ്ട്രീം. അതെങ്ങനെയാണ് സാധിക്കുക? നമ്മൾ ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആർട്ട് എഫക്റ്റഡ് ആവാതിരിക്കുക ആൻഡ് ടു കീപ് ക്രിയേറ്റിംഗ് വാട്ട് യു ഡു. സംടൈംസ് ചില സമയത്ത് ബുദ്ധിമുട്ടാണ്, ബിക്കോസ് ഒരു ഒറ്റ കിടപ്പന്നെ ആയിരിക്കും കുറേ ദിവസം, യുനോ. പക്ഷെ കുറേയൊക്കെ നമ്മുടെ മനസ്സുണ്ടാക്കുന്ന ഒരു, ഐ ഹാവ് ഓൾവേസ് ഫെൽറ്റ് you can always control your responses to situation, even if you can't control the situation. അത് നമുക്ക് കുറച്ചൊന്ന് ലൈറ്റ് ഹാർട്ടഡ് ആയാൽ മതി എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിന് അത്ര വലിയൊന്നും പല കാര്യങ്ങളും സീരിയസ് ആയി എടുക്കേണ്ടത് സീരിയസ് ആക്കി എടുക്കാം. ബാക്കിയൊക്കെ as long as you are, you know, your body, your physicality is not affected, emotions are within our control. നമ്മൾ ഇമോഷൻസിനെ നമുക്ക് ആവുന്നതും we can. ഒരു സമയം വരെ മോർണിംഗ് പീരീഡ് ഉണ്ട് എപ്പോഴും, ദാറ്റ് യു ഷുഡ് ഗിവ് യുവർ മൈൻഡ്. അതൊരു ലോസിൻ്റെ മോർണിംഗ് പീരീഡ്. അത് ബിയോണ്ട് വിച്ച് പിന്നെ യു കാൺട്ട് അഫോർഡ് ടു, യുനോ, പുട്ട് യുവർ മൈൻഡ്, സബ്ജക്റ്റ് യുവർ മൈൻഡ് ത്രൂ ദാറ്റ്. അതുകൊണ്ടാണ് മോർണിംഗ് പീരീഡ് നല്ല വൃത്തിയായി ചെയ്യണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ദെൻ യു ഹാവ് ടു, ബിക്കോസ് ലൈഫ് ജീവിച്ചെന്നെ പറ്റുള്ളൂ അല്ലേ. ബട്ട് ലൈക്ക് പീപ്പിൾ ലൈക്ക് മീ, ഐ ഓൾവേസ് സീ സ്റ്റിൽ പ്രിവിലേജ്ഡ് അല്ലേ. ഞാനൊക്കെ എപ്പോഴും പ്രിവിലേജ്ഡ് ലോട്ടാണ്. ഐ ഹാവൻറ്റ് ഹാഡ് ടു ഗോ ത്രൂ. എനിക്കത് പറയാൻ പറ്റിയത് വാസ് ബിക്കോസ് ഐ വാസ് സ്റ്റിൽ ബെറ്റർ ഓഫ് ദാൻ മെനി അതർ വിമൻ. ഹൗ? ഇൻ ദ സെൻസ് ദാറ്റ് മെനി അതർ വിമൻ വുഡ് ഹാവ് ഗോൺ ത്രൂ മച്ച് വേഴ്സ് സിനാരിയോ. അത്ര കമ്പോഷർ അവർക്ക് പറ്റി നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില അവിടെ റീറ്റാലിയേറ്റ് ചെയ്യേണ്ട അവിടെ റീറ്റാലിയേറ്റ് ചെയ്ത് തന്നെ പറ്റൂ. ഐ എം സേയിങ് ഫൈറ്റിംഗ് ക്യാൻ ബി ഡൺ ഇൻ മെനി വേസ്. വാട്ട് ഐ ഡിഡ് വാസ് another way in which I fight, right? But I wouldn't say that is the only way one should. നല്ല ഫൈറ്റ് ചെയ്യണം, നല്ല ഫൈറ്റ് തന്നെ വേണം. ബിക്കോസ് എല്ലാവരുടെയും പ്രോബ്ലംസ് ഡിഫറെൻ്റ് ആണ്. എൻ്റെ പ്രശ്നത്തിന് അത്ര മതിയായിരുന്നു. പലപ്പോഴും ദേവിക കണ്ടിരുന്നത് ആസ് എൻ ആർട്ടിസ്റ്റ് എന്ന് കാണുമ്പോഴും ഈ സെലിബ്രിറ്റി ടാഗ് അസോസിയേറ്റഡ് ആയിരുന്നു. ഓക്കെ, മാരിഡ് ടു മുകേഷ് സർ. അപ്പോൾ കുറേ വർഷങ്ങൾ ആ സെലിബ്രിറ്റി സ്റ്റേറ്റസ് എൻജോയ് ചെയ്ത ഒരു നർത്തകിയാണ്, ഒരു റിസർച്ചർ, ടീച്ചറാണ്. നോട്ട് പേഴ്സണലി സ്പീക്കിംഗ്, ഇൻ ദ സെൻസ് ദാറ്റ് ഇൻ ദ ഐസ് ഓഫ് ദ സൊസൈറ്റി എല്ലാവരും കണ്ടിരുന്നത് ഈ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് മസ്റ്റ് ഹാവ് ടേക്കൺ യു വെരി ഫാർ എന്നാണ്. ബട്ട് നൗ വെൻ യു ആർ ലുക്കിംഗ് അറ്റ് യുവർ സെൽഫ് ആസ് എ സിംഗിൾ പേഴ്സൺ, ലീഗൽ ഡിസ്കോഴ്സ്, അത് ലീഗൽ കാര്യങ്ങൾ വേറെ, യു ലുക്ക് അറ്റ് യുവർ സെൽഫ് ആസ് എ സിംഗിൾ പേഴ്സൺ. How has this changed, this situation changed for you as a performer? Do you see more opportunities coming? Other opportunities പോയി തുടങ്ങിയോ? എങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഒരു വ്യത്യാസം എൻ്റെ, ബിക്കോസ് ഫൈനലി എന്നെ പോലെ ഒരു പെർഫോമറെ വിളിക്കുന്ന അത്തരം ഓർഗനൈസേഴ്സേ ഉള്ളൂ. അപ്പം ഞാൻ ഷോസ് ഒന്നും ചെയ്യുന്ന വ്യക്തിയല്ലല്ലോ. ഒരു സീരിയസ് സ്പേസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, കോൺസേർട്ടും റിസൈറ്റൽസ്. അപ്പം അന്നും ഇന്നും അത്തരം ഓർഗനൈസേഴ്സ് എന്നെ വിളിക്കുന്നുള്ളൂ. ഷോസിന് വിളിക്കുമ്പോൾ ഐ സേ നോ. ഞാൻ അങ്ങനെ ഒരു ഷോ, ഐ ഹൈ ദാറ്റ് ടേം ഷോ ഓൾസോ. അപ്പോൾ അതിലൊന്നും എനിക്ക് ഒട്ടും വ്യത്യാസം തോന്നിയിട്ടില്ല. ആൾക്കാരുടെ റെസ്പോൺസിൽ ഐ ഫൈൻഡ്, ബിക്കോസ് ഈ പ്രശ്നം അറിഞ്ഞ ഒരുപാട് പേര് എന്നെക്കുറിച്ച് കൂടുതൽ ദേ ഹാവ് കം ഇൻ ടു മൈ സൈറ്റ്സ് ആൻഡ് സീൻ വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ഐ ഡു. There has been a transformation in people. Oh. So change has not happened to me. Change has happened to the mindset of people. And that I really like. I enjoyed that transition in the sense that ഒരു ക്യൂരിയോസിറ്റി വന്ന് പിന്നെ കാണുന്നത് അവർ ഇത്തരം എൻ്റെ വർക്കാണ്. സോ പിന്നെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെയൊന്നും നമ്മളങ്ങനെ ഇപ്പോൾ ഏത് റിലേഷൻഷിപ്പിലും നമ്മളെ വിട്ടു നിന്ന് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ വർക്ക് അങ്ങനെ തന്നെ ചെയ്യാം. സി മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് ഹാപ്പൻസ് ഇസ് പീപ്പിൾ
we all have this natural way of understanding what is good and bad for us, which is why പലവരും പല bad relationships ഉണ്ടായാലും പുറത്ത് വന്ന ശേഷം they always still thank that relationship. I'm very thankful, even if it was toxic, I'm thankful എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഇന്നേറ്റ്ലി അറിയാം നമുക്ക് എന്താണോ ഓക്കെ, നമുക്ക് എന്താണോ ഓക്കെ അല്ലാത്തത്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ ആക്ച്വലി ഹാൻഡിൽ ചെയ്യുന്നത്. ഹ്യൂമൻ ബോഡിയുടെ ഒരു ഡിഫെൻസ് മെക്കാനിസം ഇസ് ലൈക്ക് ദാറ്റ്. അൺലെസ് ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് ഇസ് വെരി ഫിസിക്കലി ഹാംഫുൾ ഓർ ഈവൻ ഫിനാൻഷ്യലി ഡെട്രിമെൻ്റൽ, അല്ലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേറെ രീതിയിൽ അവർ എക്സ്ട്രീമിൽ പോകുള്ളൂ. ബാക്കി എല്ലാവരും ഫൈനലി you will end up thanking your previous partners, and that is something that I always see because it's a lesson learned. So, well, mine is a very weird I am no one to talk about relationships because I've actually failed in them tremendously, but I would like to say here that sometimes when you talk about see, having two marriages is like having two births, two lifetimes, one lifetime and then namakku. And especially, I think, for a woman, when she gives herself completely. So when that happens twice over in a single birth, it's too much for you to handle. Yeah. That way, it is very traumatic for me. I think I would never suggest. ചിലപ്പോൾ പറയും, ഞാൻ ഇപ്പോൾ വിചാരിക്കും ഓൾഡ് ഇസ് ഗോൾഡ്, നമ്മുടെ പഴയ തത്വങ്ങൾ തന്നെയാണ് നല്ലത്. നമ്മളെ സംഘമീര ലിറ്ററേച്ചറിലൊക്കെ പറയും ഒരുത്തിക്ക് ഒരുവന് ഒരുത്തി എന്നൊക്കെ. അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ബിക്കോസ് അതർവൈസ് ഇറ്റ് ക്യാൻ കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ് യുവർ, എന്നെ പോലെ ഒരു വ്യക്തി കേട്ടോ, നോട്ട് എല്ലാവർക്കും ആയിരിക്കില്ല, എന്നെ പോലെ കുറച്ച് സെൻസ് ഭയങ്കര വല്ലാണ്ട് ഒരു കാര്യമില്ലാത്തൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളെയൊക്കെ ശരിക്കും ഡിസ്റ്റർബ് ചെയ്യും. ബിക്കോസ് അറ്റ് എ സർട്ടൻ പോയിന്റ് യു കാൺ ഡിറ്റാച്ച് യോഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഡിറ്റാച്ച്ഡ് ആവണം, റൈറ്റ്? ആ ഒരു അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് വെൻ യു ഗിവ് യുവർ സെൽഫ് കംപ്ലീറ്റ്ലി. പക്ഷേ മീഥിൽ അങ്ങനെയല്ല കാണുന്നത്. പൊതുവെ എല്ലാവരും കാണുന്നത് വിത്ത് എ പേഴ്സൺ ഹു ഇസ് വെരി പ്രാഗ്മാറ്റിക്, ഒരു സെൻസ് ഓഫ് ഡിറ്റാച്ച്മെന്റ്, എന്നും സ്വന്തം നിലനിൽപ്പ് കാത്തു സൂക്ഷിക്കുന്ന സെൽഫ് സാക്രിഫൈസിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടല്ല പലരും കാണുന്നത്. അല്ല, പ്രാഗ്മാറ്റിക് ഒന്നും അല്ല. I have my own bouts of, I think, trauma in the sense, not because of the people I am involved, just because എനിക്ക് അത് ഗോഡിനോടൊരു ട്രൂസ് ഉണ്ട്. എനിക്ക് ഞാൻ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഞാൻ ചോദിക്കും, വൈ യു ഗിവൺ മീ എവറിത്തിങ്, ബട്ട് വൈ ഇസ് ഇറ്റ് ദാറ്റ് ഇൻ റിലേഷൻഷിപ്സ് യു റിയലി മേഡ് ഇറ്റ് സോ ഡിഫിക്കൾട്ട് ഫോർ മീ? And that is, I have a bone to pick up with him, honestly, over there. And I say it has not been easy for me. It is really not easy. That's why I will never advise only multiple relationships. Marriage, particularly. I think prior to marriage, you can probably, date or whatever. And നമ്മുടെ സിസ്റ്റത്തിൽ അങ്ങനെ ഇല്ലല്ലോ. മാരേജ് കഴിഞ്ഞ് പലരും പല പ്രശ്നങ്ങളും പോകും. ബട്ട് മാരേജിന് മുമ്പ്, unless you are completely sure, I don't think. Is it to do with choice, Methil? നമ്മൾ പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മെക്കാനിസംസ് ലീഡ് us to make certain choices. ആ ചോയ്സിലാണോ പ്രശ്നം? കാരണം ഇപ്പോൾ when you look at the two choices that you made, do you feel inherently ആ ചൂസ് ചെയ്യുന്ന വ്യക്തി, അതായത് യുവർ സെൽഫ്, ആ ഒരു വ്യക്തിയിലായിരിക്കുമോ ആ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രശ്നമാണോ അത്? ആയിരിക്കും. ഞാൻ എന്നെ തന്നെ പറയുള്ളൂ. ഇറ്റ്സ് me alone. Nobody else is, because we are also raised with, നമ്മളെ വളർത്തുന്ന ഒരു പ്രത്യേക, ഈ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ നമ്മളെയൊക്കെ ഒരു പ്രത്യേക വിശ്വാസത്തിലാണല്ലോ വളർത്തുന്നത്. നമ്മൾ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ഒരു ആൺകുട്ടിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് സീരിയസ് ആണ്. എൻ്റെ ഫസ്റ്റ് മാരേജിൽ ആക്ച്വലി രാജീവ് വാസ് ദി ഓൺലി പേഴ്സൺ ഐ വാസ് ക്ലോസ് ടു, or I really spoke to that way. And I kind of thought that should end in marriage. So similarly with Keshat also. But I don't think that is the right thing. I think love has many other dimensions. We are not really taught to see. എന്തെന്നെ അവർ പ്രോഗ്രസീവ് ആണെങ്കിൽ ആ കാര്യത്തിലൊക്കെ വളരെ ഓർത്തഡോക്സ് ചിന്താഗതിയാണ്. I always feel if I had a chance to live in probably with, the people I had spent my life with, probably I would have changed my. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഒന്നും നമ്മുടെ ഇപ്പം ഉണ്ടാവും കേട്ടോ. അന്നത്തെ കാലത്തൊന്നും അതില്ലേ. യു സോ worried about your image and your, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ is certainly very difficult for the fact that
ഇത്രയും ഒരു പബ്ലിക് ഫിഗറായിട്ട് നിങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പബ്ലിക് ഓൺസ്ലോട്ട് ഉണ്ട്, ദ റെസ്പോൺസ് ഉണ്ട്. ആ റെസ്പോൺസും കൂടെ ഇൻറ്റേർണലി വെൻ യു ആർ ബ്രേക്കിംഗ് എ പാർട്ട്, പുറത്തുനിന്ന് വരുന്നതും ഇസ് ഡബിൾ ദ ഫോഴ്സ്. ഇത് രണ്ടും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഹൂ വാസ് വിത്ത് യു, ഹൗ ഡിഡ് യു ഗോ ത്രൂ ദിസ്? കാരണം പലപ്പോഴും സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ പബ്ലിക് ഫിഗേഴ്സ് പേടിക്കുന്നത് അതാണ്, അവരുടെ ഇൻറ്റർണൽ പ്രോബ്ലംസിനേക്കാളും കൂടുതൽ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ, മറ്റുള്ള ആൾക്കാർ, പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ റെസ്പോൺസാണ്. എവിടെയെങ്കിലും നമുക്ക് ഷട്ട് ഓഫ് ചെയ്യാൻ പഠിക്കണം. ബിക്കോസ് പബ്ലിക് ഐ നോ എനിക്ക് കുറേ ആൾക്കാരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ, പക്ഷേ സപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് മനസ്സിൽ വേറെ രീതിയിലും വിഷമമുണ്ട്. ദാറ്റ് ഹിയർ ഇസ് എ പാർട്ട് ഓഫ് മീ ഓൺലി ബീങ് അല്ലേ, എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എൻ്റെ തന്നെ ഒരു ഭാഗം, അവിടെ മറിച്ച് വേറൊരു ആൾക്കാർക്ക് അഭിപ്രായം വരിക പറയുന്നത് എന്നെ തന്നെ എനിക്ക് ചിലപ്പോൾ അതാലോചിക്കുമ്പോഴും സങ്കടം വരാറുണ്ട്. പിന്നെ ഈ പറയുന്ന ഒരാളുടെ ഒപ്പീനിയൻ മാറാനൊക്കെ സെക്കൻഡ്സ് മതി. ഒരാളെക്കുറിച്ച് പുകഴ്ത്തുമ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് അതേ പേഴ്സൺ മറ്റേയാളെക്കുറിച്ച് മോശം പറയുമല്ലോ. എന്നെ പറ്റിയിട്ടുള്ള ധാരണ മാറാൻ നിമിഷങ്ങൾ മതി. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. ബട്ട് ഐ തിങ്ക് ഐ ക്യാൻ ഓൺലി സേ ദറ്റ് ഇറ്റ് ഹാസ് ബീൻ വെരി ടഫ് ഫോർ മീ. Relationships have been very tough for me, and I understand that എൻ്റെ ഈ ലൈഫ് ടൈമിൽ എനിക്ക് പറ്റിയ സാധനമല്ല. എനിവേ ഇനി കുറേ കാര്യങ്ങളുണ്ട് മേഥിൽ, ബട്ട് ഐ എം നോട്ട് ഗോയിങ് അബൌട്ട് യു ആസ് എ പെർഫോമർ, ആസ് എൻ ആർട്ടിസ്റ്റ് ആൻഡ് എ ക്രിയേറ്റീവ് പേഴ്സൺ. ഒരു പക്ഷേ ഒരു എപ്പിസോഡ് ഈ ഒരു കോൺവെർസേഷനിൽ അത് ഒതുങ്ങില്ല. മേ ബി ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു ചെറിയ കാർഡ് ഗെയിം കളിക്കാം. സോ iron game section, Methil. And ഒരു കാർഡ് എടുക്കുക, റീഡ് വാട്ട് എവർ കംസ് ഓൺ ഇറ്റ്, ആൻഡ് അതിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിൽ പെട്ടെന്ന് ഒരു കാര്യം വരികയാണെങ്കിൽ യു ക്യാൻ ഷെയർ. ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു മുമ്പ്. വിച്ച് ഇസ് ദാറ്റ്? Every day. Every day. What do you do every day apart from your every day? Meditate? I don't think women in particular, no. I have seen that they allow themselves to be exploited. Yeah. പലപ്പോഴും പല സാഹചര്യങ്ങളായിരിക്കും ചിലപ്പം. So I think it happens on a everyday basis in our society. Exploitation. On an everyday basis, see yourself and ask if you really deserve it. On a daily basis, look at yourself and say, ഞാൻ ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ? Do I deserve better? എനിക്ക് ഞാൻ ഇത്രയേ ഉള്ളൂ, ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ലെങ്കിൽ ടേക്ക് യുവർ ഡെസിഷൻ. നമുക്ക് ഈ എംപത്തി എന്നുള്ളൊരു സാധനം കൂടുമ്പോൾ നമ്മളെപ്പോഴും യു ഓൺലി സീ ദ ഗുഡ്നെസ് ഇൻ പീപ്പിൾ. സോ വാട്ട് ഐ മെൻറ്റ് ഇസ് നമ്മളെപ്പോഴും അത് ചെയ്യരുത്. അത് ശീലമായി കഴിഞ്ഞാൽ നമ്മൾ ആ ബാഡ്നെസ്സും ഒക്കെ ഇഗ്നോർ ചെയ്ത് ഗുഡ്നെസ് മാത്രം കാണാൻ തുടങ്ങുമ്പോൾ യു വിൽ ആക്ച്വലി ഐ തിങ്ക് എൻഡ് അപ്പ് ഹേർട്ടിങ് യുവർ സെൽഫ്. ദാറ്റ് ഇസ് വാട്ട് ഐ മെൻറ്റ്. So you have to know where exactly to draw the line and not allow yourself to be exploited or manipulated. അതെപ്പോഴും പറയാറുണ്ടല്ലോ, ഈ ഒരു നമ്മുടെ എല്ലാവരിലും നല്ലതുണ്ട്, ചീത്തയുണ്ട്, നമ്മൾ നല്ല വശങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക. ഐ തിങ്ക് ഇതൊക്കെ എപ്പോഴും എല്ലാവരും നമ്മൾക്ക് ഈവൻ എല്ലാ കൗൺസിലിങ്ങിനും അതൊക്കെ തന്നെ പറയാ, എല്ലാവരിലും ഉണ്ട് നല്ലതും ചീത്തയും. അതുകൊണ്ട് നമുക്ക് പറ്റാത്ത ചീത്ത നമ്മൾ അതിന് മാറി നിൽക്കുക. നമ്മുടെ പ്രിൻസിപ്പിൾസ്, ഐ വിൽ സീ പ്രിൻസിപ്പിൾസ്. പീപ്പിൾ ആർ ഡ്രിവൺ ബൈ പ്രിൻസിപ്പിൾസ്. ചിലർക്ക് അത് ഓക്കെയാണ്, അപ്പോൾ അത് ഓക്കെയാണ്. ലൈക്ക് വി സേ ദേർ ഇസ് നോ ഗുഡ് ആൻഡ് ബാഡ് ഓർ റൈറ്റ് ഓർ റോങ്, വിച്ച് ഇസ് ട്രൂ. ബട്ട് നമുക്ക് ഓക്കെ അല്ലാത്തത് നമുക്കും ഓക്കെ അല്ല. സോ അണ്ടേഴ്സ് യു, ഇഫ് യു ആർ വെരി ക്ലിയർ അബൌട്ട് ദാറ്റ്, സി മൈ പ്രിൻസിപ്പിൾസ് ആർ നോട്ട് അലൈൻഡ് വിത്ത് യോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സിമ്പിൾ അല്ലേ. കാർഡ് എടുക്കാൻ പേടിയാവും. Everything will be okay. വിശ്വസിക്കുന്നുണ്ട് അതിൽ? Everything will be okay. Everything is okay. Thing is okay. അതെവിടെ നിന്നാണ് ആ കോൺഫിഡൻസ് വരുന്നത്? ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് hour. See, there can be darker hours, so always understand that everything is okay and it's up to you to make it okay. How do you keep yourself motivated and driven? കാരണം ഈ ഒരു ഹോപ്പാണ്. Work, discipline. Then commitment is very important. നമ്മളൊരു ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലി കമ്മിറ്റ്മെൻറ്റ് ഭയങ്കര സംഭവമാട്ടോ. സോ യു ഹാവ് ടു ബി കമ്മിറ്റഡ്. ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് ദ ടൈം, ഫൈൻഡ് ദ ടൈം ടു ബി കമ്മിറ്റഡ്. എനിക്ക് അഫ്കോഴ്സ് അധികം കമ്മിറ്റഡ് ആവാൻ അത്ര കുറേ ഫാമിലി മെമ്പേഴ്സ് ഇല്ല. എന്നാലും
I always think of them. I may probably not have the time, but എൻ്റെ പ്രേയേഴ്സിൽ and of course ഒരു ലേഡി I always say ഒരു ലേഡിക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണമല്ലോ. അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ വർക്കിൽ കമ്മിറ്റഡ് ആവും. on a daily basis you will get going. And creativity is another thing. This creative ആവുമ്പോൾ പിന്നെ ഈ ഡിസ്ക്രിമിനേഷനൊക്കെ മാറും. ഇൻ ദ സെൻസ് തെറ്റോ ശരി എല്ലാം പോകും. പക്ഷേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇൻസ്റ്റൻസസിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബിക്കോസ് യു ആർ ഓൾസോ ഇനാക്ടിങ് ഇറ്റ്, യു മേ ഹാവ് ടു ഇനാക്ട് എ വെരി പെയിൻഫുൾ എപ്പിസോഡ് ഓർ എ വെരി ഒരു ക്രിമിനൽ സീനായിരിക്കും നമ്മൾ ഇനാക്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിലൊക്കെ യു സ്റ്റാർട്ട് റിലേറ്റിംഗ് ടു ദെയർ ഇമോഷൻസ്, യു സ്റ്റാർട്ട് റിലേറ്റിംഗ് ലൈഫ് ടു ഇറ്റ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് അവിടെ ഒരു ലെവലിംഗ് നടക്കും. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് ജസ്റ്റ് circumstances that make people who they are. Or പക്ഷെ never at the cost of self-preservation. No, that you will have to know. നമ്മൾ എവിടെയെങ്കിലും നമ്മൾക്ക് എവിടെയെങ്കിലും അല്ല, ആദ്യം തന്നെ ഇഫ് യു തിങ്ക് അധികം ദീർഘം കൊടുക്കരുത്. നമുക്ക് പറ്റാത്തൊരു സാധനമാണെങ്കിൽ നോക്കുക, വളരെ സിമ്പിളായിട്ട്. അതിനാണ് ഞാൻ പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവശ്യമാണെന്നുള്ളത്. ഇറ്റ്സ് ഓൾവേസ് ദാറ്റ് വൺ തിങ് ദാറ്റ് makes people hesitate, because perhaps when you lose something you're losing a whole lot of other things. When you lose something, it's just not that one entity. Adinekattlum probably it's a whole lot of, it's also your honor, it's also your your sense of self-worth. Perhaps pedi സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി ഉണ്ടാവില്ലേ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവില്ലേ. If you are financially secure, ഇതൊന്നും ഒരു ഇഷ്യൂ അല്ലല്ലോ. ദേവാങ് എങ്ങനെയാണ്? How does he see the whole thing or the whole situation pan out? ഭയങ്കര സെൻസിറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് അറിയാം. ദേവാങ് ഇസ് നമ്മൾ ചൈൽഡ് ഇസ് ദി ഫാദർ ഓഫ് മാൻ എന്ന് പറയില്ലേ. ദേവാങ് ഇസ് ദാറ്റ് ചൈൽഡ്. അവൻ്റെ ഉള്ളിലുള്ള കമ്പാഷൻ എനിക്ക് ഐ കാൺട്ട് എക്സ്പ്ലെയിൻ. ആ കുട്ടിയുടെ മെച്ചോറിറ്റിയും ആ കുട്ടിയുടെ കമ്പാഷൻ ടുവേർഡ്സ് പീപ്പിൾ, പെർട്ടിക്കുലർലി ടു ദി എൽഡർലി. ഐ തിങ്ക് he wants to specialize in geriatric studies also. So അത് ഇപ്പോൾ അത് നമ്മൾ വരുത്തുന്നതല്ല. ടു സ്പെൻഡ് ലോങ് hours talking to the elderly, it's not easy. It does not ഒരു ആക്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. He does that with absolute bliss and happiness. He says, അമ്മ അവരിലാണ് നമ്മുടെ എല്ലാ നോളജ് സിസ്റ്റംസും കിടക്കുന്നത്, and they are happy to talk to you and interact with you. പിന്നെ the way he sees, അവനറിയാം എവിടെ അവൻ എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ട. ഇപ്പം എൻ്റെ ആയാൽ പോലും അതമ്മ ഇത്, ബട്ട് മൈ റിലേഷൻഷിപ്പ് with these people are pretty good, so I will honor that. He's a very mature boy. വളരെയധികം കമ്പാർട്ട്മെന്റലൈസ് ചെയ്തിട്ടാണ്. He does not mix my problems with his equation with others. ഉപദേശിക്കാറുണ്ടോ? അവൻ ചിലപ്പോൾ ഉപദേശിക്കാറൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ പറയും അമ്മ നോ അങ്ങനെ അമ്മ അത് ചിന്തിക്കുന്നപ്പോഴും സത്യമാവണമെന്നൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറയും. I wish I get to meet Devang someday soon. അവന് മൂന്ന് കാര്യങ്ങൾ, അവൻ്റെ 3 പ്രയോറിറ്റീസ് ആണ്. ചെണ്ട, കൽപ്പാത്തി രഥോത്സവം, പിന്നെ പ്രായമായിട്ടുള്ള ആൾക്കാർ. ഇതാണ് അവൻ്റെ 3 പ്രയോറിറ്റീസ്. I hope you get to spend a lot of time with him. I know hostelana and you just go down, but thanks for making the time. എല്ലാ ഷെഡ്യൂൾസിൻ്റെ ഇടയ്ക്ക് you squeeze in time for us on our show. And ഒത്തിരി നന്ദി. Although I didn't really want to talk about my finally interviews tend to go to personal details, but I think it's okay. I still feel there are people who like to learn, and even if I talk about dance and kore interviews kanditu, there are people telling me, you've influenced our lives, and what you say we adapt or we adopt naka parayumba. I think okay, then if that makes them feel good, then maybe it is good to share. It's good to share if it makes them feel good. Thanks for sharing. And it's never easy to share. Thanks for sharing. Thank you. Thanks so much for coming.